വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി ടെറർ എക്സ്പെഡിഷൻ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സ് വിചാരിക്കുന്ന, നിങ്ങൾ പ്രണയിക്കുന്ന ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ പ്രണയിച്ചിരുന്ന ആ ഒരു വ്യക്തിയുടെ ഡീപ്പ് ഫീലിങ്സ് എന്താണ്, അവർ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ പേഴ്സന്റെ എനർജിയുമായി കണക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് അഫർമേഷൻസ് പറയണമെങ്കിൽ തീർച്ചയായിട്ടും പറയുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ആ ഒരു വിഷ് കൈൻഡ് ഓഫ് എനർജിയിലാണോ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് അഫർമേഷൻസ് കമന്റ് സെക്ഷനിൽ ഇടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പേരിന്റെ ആദ്യ ലെറ്റർ കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സന്റെ എനർജി കണക്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ പേഴ്സന്റെ പേര് 3-4 തവണ ചിന്തിക്കുക. പക്ഷെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എനർജി കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ എനർജി കണക്ട് ചെയ്ത ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അത് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫോർ എ റീസൺ. ഓക്കെ, സോ നിങ്ങളുടെ ഇൻറ്റ്യൂഷനും കൂടി കണക്ട് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് കാണാം. അതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫാമിലിയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ്. വാവ്, wow, next card is also awesome. Wow, chills please guys. വളരെ ഒരു പോസിറ്റീവ് എനർജി ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സോൾമേറ്റ് കൈൻഡ് ഓഫ് വൈബ്രേഷനിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇൻഫിനിറ്റ് എനർജിയാണ് നിങ്ങളുടെ കാണിക്കുന്നത്. കാരണം ഇതാണെങ്കിലും സോൾമേറ്റ് എനർജി കാണിക്കുന്നുണ്ട്, ഇത് സോൾമേറ്റ് എനർജി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡെസ്റ്റിൻഡ് ആണെന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ എനർജി വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞില്ല ഇൻഫിനിറ്റി, 8, നമ്പർ 8. അപ്പോൾ നമ്പർ 8, നമ്പർ 2, നമ്പർ 7, നമ്പർ 10 അല്ലെങ്കിൽ നമ്പർ 1 അല്ലെങ്കിൽ ഓക്കെ 1 + 7 = 8. അപ്പോൾ നമ്പർ 8 ഇൻഫിനിറ്റി കണ്ടോ, ഇൻഫിനിറ്റി ഇതൊക്കെ ഇതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ സ്റ്റേബിൾ കൈൻഡ് ഓഫ് കണക്ഷൻ. അതായത് ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉണ്ട്. ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് തുറന്ന് കാണിക്കുകയോ ഇല്ലയോ, നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് സാധാരണ ഒരു ആളോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ, അഫെക്ഷൻ ആണെന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങൾ കാർഡ്സ് കണ്ടോ, നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ധാരാളം ഇമോഷൻസ് ഈ പേഴ്സണുണ്ട്. അതായത് നമ്മൾ പറയില്ലേ, എത്ര തന്നെ അകന്നാലും പെട്ടെന്നൊന്നും നമുക്ക് മറക്കാൻ പറ്റാത്ത കൈൻഡ് ഓഫ് വൈബ്രേഷൻ ഒരു വ്യക്തിയിലുണ്ടെന്ന്. അതുപോലെ മേ ബി നിങ്ങൾ ഈ പേഴ്സന്റെ ഫസ്റ്റ് പ്രണയമായിരിക്കാം. അതായത് ഫസ്റ്റ് പ്രണയം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന പോലെ ആദ്യ പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇമോഷണലി സ്പിരിച്വലി ഒക്കെ കണക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ നോക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ചില ആൾക്കാരിൽ മാത്രമാണ് നമുക്കൊരു കൈൻഡ് ഓഫ് വൈബ്രേഷൻ കിട്ടാന്നൊക്കെ പറയില്ല. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു വൈബ്രേഷൻ ആണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഫിസിക്കലി എനിക്ക് തോന്നുന്നു അഡിക്റ്റഡ് ആണ്. മേ ബി ഫിസിക്കലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലോ നമ്മുടെ ഹെയറോ അങ്ങനെ വാട്ട് എവർ, ഫിസിക്കലി നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഫിസിക്കലി ടച്ച്, ഹഗ്, കിസ്, ഓക്കെ, ഈ ഫിസിക്കൽ ആയിട്ടുള്ള നമ്മളെ കാണുന്ന രീതി ഇങ്ങനത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ, നമ്മുടെ ഫേസ്, കണ്ണുകള്, മൂക്കുകള്, വാട്ട് എവർ, അതൊക്കെ ഈ ഒരു പേഴ്സണ് അട്രാക്റ്റഡ് ആണ്. വെറും അട്രാക്റ്റഡ് അല്ല, നമുക്ക് ഹെവിലി അട്രാക്റ്റഡ് കൈൻഡ് ഓഫ് എനർജിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഒബ്സെസ്ഡ് ആണ് നമ്മളിൽ എന്നൊക്കെ പറയില്ലേ, ആ കൈൻഡ് ഓഫ് എനർജി. അതായത് നമ്മളെ ഒരു ദിവസത്തിൽ ഒരു 10-12 പ്രാവശ്യമെങ്കിലും ചിന്തിക്കാതെ പറ്റത്തില്ല. നമുക്കും അങ്ങനെ ചില ആൾക്കാർ കാണത്തില്ലേ, നമ്മളെപ്പോഴും എന്ത് ചെയ്യുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കൈൻഡ് ഓഫ് വൈബ്രേഷൻ ആണ് ഈ പേഴ്സൺ. അതായത് ഈ ഒരു പേഴ്സൺ ട്രൂലി റിയലി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ടോട്ടലി കാണുന്നത്. ആൻഡ് പറയില്ലേ, നമ്മളൊരു ഈ പേഴ്സൺ എന്റെ സോൾമേറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ എനിക്ക് ദൈവം കൊണ്ടു തന്നാണെന്നൊക്കെ നമ്മൾ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ഈ പേഴ്സൺ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഫോർ സം കുറച്ച് ആൾക്കാർക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് മേ ബി അവർ വീട്ടുകാരാണോ അതോ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയാണോ, ഇത് എക്സ്ട്രാ മെറ്റൽ കൈൻഡ് ഓഫ് അഫെയർ ആണോ, ഓൾറെഡി അവർ മാരീഡ് ആണോ എന്ന് എനിക്കറിയില്ല. ബട്ട് 2 ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്.
പക്ഷെ എനിക്ക് മനസ്സിലാവുന്ന 2 ഓപ്ഷൻ ഉണ്ടെങ്കിലും നിങ്ങളെ കൂടുതൽ പ്രിഫർ ചെയ്യാനുള്ള എനർജി. കാരണം നിങ്ങളെ ഇപ്പൊ വേറൊരു കണക്ഷനിൽ, വേറൊരു അഫെക്ഷനിൽ നിന്നാലും നിങ്ങൾ എവിടെയൊക്കെയോ അവർക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുന്നൊരു എനർജി. എന്തോ നിങ്ങൾ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയോ, ഇനി അവരെ ചേസ് ചെയ്യാൻ നിർത്തിയോ എന്ന് അവരെ അറിയില്ല, എനിക്കറിയില്ല. ബട്ട് അവര് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ അടുത്ത്, അതായത് നിങ്ങളൊന്ന് മാറി നിൽക്കുമ്പോൾ അവർ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് നിങ്ങളെ അവർക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കാണോ അവർക്കാണോ എന്നറിയില്ല, ഡിറ്റാച്ച്മെന്റ് വന്നു പോകുമോ ഈ റിലേഷൻഷിപ്പില്, അങ്ങനെ ഒരിക്കലും വരരുത് എന്ന കൈൻഡ് ഓഫ് എനർജി കാണുന്നു. എനിക്ക് തോന്നുന്നു നമ്പർ 5, നമ്പർ 4, നമ്പർ 1, ഓക്കെ, ഈ വൈബ്രേഷൻ ഉള്ളവരാണ് എങ്കിൽ എനിക്ക് തോന്നുന്നു ഡിറ്റാച്ച്മെന്റ് ആയി പോവോ, എന്റെ കൂടെ തന്നെ ഇരിക്കില്ലേ, ഞാൻ ഡിസേർവിങ് അല്ലേ ഇതില്, അങ്ങനെയൊക്കെ ചിന്തിക്കൂലേ, ആ കൈൻഡ് ഓഫ് എനർജിയിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു പേഴ്സന്റെ എത്രത്തോളം ഈ ഒരു പേഴ്സന്റെ ആ ഒരു ഇമോഷൻ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ മനസ്സിന്റെ ഉള്ളില് അത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങളുടെ എനർജി ഉണ്ട് എന്നതാണ് കാണിക്കുന്നത്. ഈ ഒരു ഡീപ്പ് എനർജി അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഈ പേഴ്സൺ ഇരിക്കുന്നുണ്ടല്ലോ, ഈ പെർട്ടിക്കുലർ സ്ഥലത്തെ ഈ ഒരു എനർജിയിൽ ഇപ്പൊ വേറൊരാൾ വന്നാലും റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ വേറൊരാൾ ഇപ്പോൾ ആ പേഴ്സന്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും ആ ഒരു അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പോലും, അതായത് ആ പേഴ്സണെ പോലും ഇപ്പൊ നിങ്ങൾക്ക് ഈ പേഴ്സൺ തന്നിരിക്കുന്ന ആ ഒരു സ്പേസിൽ ഇരുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ കൊള്ളില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടേ ഇല്ല. അതുകൂടാതെ തന്നെ ഈ ഒരു പേഴ്സൺ ഇത്രത്തോളം ഡീപ്പ് അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ ഭയങ്കരമായിട്ട് നിരീക്ഷിക്കും, നമ്മളെ സ്പൈ ചെയ്യുക, നമ്മുടെ സോഷ്യൽ മീഡിയ നിരന്തരം ഈ ഒരു പേഴ്സൺ നമ്മളെ കുറിച്ച് കേൾക്കാൻ, നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ, നമുക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാവും നമ്മളെ കുറിച്ച് ഈ വ്യക്തി അന്വേഷിക്കുകയാണ് എന്ന്. അതായത് ചുമ്മാ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു പേഴ്സന്റെ തോട്ട് കയറി വരും. അതായത് ഈ ഒരു പേഴ്സൺ സദാസമയം നമ്മളെ സ്പൈ ചെയ്യാണ്. ആൻഡ് നമ്മൾ ഈ പേഴ്സണെ സ്പൈ ചെയ്യാതിരിക്കാൻ വേണമെങ്കിൽ ഈ പേഴ്സന്റെ ലാസ്റ്റ് സീൻ, പ്രൊഫൈൽ പിക്ചർ, ഇതെല്ലാം ഈ പേഴ്സൺ ഓഫ് ചെയ്തിടുമായിരിക്കും. പക്ഷെ നമ്മൾ ഈ പേഴ്സൺ നമുക്ക് ഇത് ഓഫ് ചെയ്തിടാനോ അല്ലെങ്കിൽ നമ്മുടെ DP മാറ്റാനോ ഇതൊന്നും സാധിക്കില്ല. അപ്പൊ തന്നെ ചോദ്യം ഉണരും. പക്ഷെ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ആ പേഴ്സൺ ഭയങ്കര സീക്രട്ടീവ് ആയിട്ട് നമ്മളെ ലുക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മേ ബി സം ഫേക്ക് IDസിൽ നിന്നും മേ ബി നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അതായത് നിങ്ങളെ പൊതിഞ്ഞു വെക്കാനാണ് ഇവർ എപ്പോഴും താല്പര്യപ്പെടുന്നത്. അവരുടെ അടുത്ത് നിന്ന് ഒരിക്കലും നിങ്ങൾ പോകരുത്. അതായത് അവർക്ക് ചിലപ്പോൾ എന്തും കാണിക്കാൻ പറ്റും, നിങ്ങൾക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ അതൊരു സ്പൈയിങ് ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ ഈ പേഴ്സൺ ഭയങ്കര ഈഗർ ആണ്. അല്ലെങ്കിൽ ഈ അത് നമുക്കിപ്പോ ഒരു കാര്യത്തെ കുറിച്ച് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല, ഇന്ന കാര്യം അറിയണം എന്നുള്ള. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഭയങ്കര ഈഗർ ആണ്. അപ്പോൾ അത് നിങ്ങളെ സ്പൈ ചെയ്യുന്നു എന്ന് ചിലപ്പം പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ ഈ പേഴ്സൺ അറിയണം എന്നുള്ള താല്പര്യമുണ്ട്, ഡിസയർ ഉണ്ട്. നിങ്ങളുടെ കൂടെ ആരാണുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ ഒരു വ്യക്തിയോട് എത്രത്തോളം ഇമോഷണലി കണക്റ്റഡ് ആണോ അല്ലയോ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, അങ്ങനത്തെ രീതിയിലൊക്കെ ഈ പേഴ്സൺ, അതായത് കൈൻഡ് ഓഫ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആക്സസ് ചെയ്യണം, നിങ്ങളെ ഗാർഡ് ചെയ്യണം പോലത്തെ എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ എനർജിയിൽ ഈ പേഴ്സൺ കണക്ട് ആവാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായി അറിയാനും വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാനും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. അതായത് നിങ്ങളോട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് എനർജി ചോദിച്ചാല് നിങ്ങൾ പറയുന്നതിന് മുമ്പേ ഈ ഒരു പേഴ്സണ് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എനർജിയെ വിവരിക്കാൻ സാധിക്കണം. അത്രത്തോളം ആ ഒരു കൈൻഡ് ഓഫ് ഡീപ്പ് ബോണ്ട് നിങ്ങളുടെ അടുത്ത് ഉണ്ടാക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ആ ഒരു എനർജി കൈൻഡ് ഓഫ് വൈബ്രേഷനും ഈ ഒരു പേഴ്സൺ വളരെയധികം ഇഷ്ടമാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ള അബണ്ടൻസ്, എനർജി, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം ഉയർന്നു നിന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവ് കൊണ്ടാണ്, നിങ്ങളുടെ അബണ്ടൻസ് കൊണ്ടാണ്. നിങ്ങൾ ജനിച്ചപ്പോൾ തൊട്ടേ ടിപ്പിക്കലി ഒരു അബണ്ടന്റ് കൈൻഡ് ഓഫ് വൈബ്രേഷൻ കൊണ്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് നിങ്ങളുടെ ആ ഒരു ഫേസിലെ ഗ്ലോ കാണുമ്പോൾ തന്നെ അറിയാമെന്നൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത്. ആൻഡ് ഇഫ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിന്നിലാണ് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ആണെങ്കിലും നിങ്ങൾ ഇടപെടുന്ന രീതിയാണെങ്കിലും ഒക്കെ നിങ്ങൾ ഡേ ബൈ ഡേ അവരുടെ എഫേർട്ടും കൊണ്ട് ബെറ്റർ ആക്കാൻ നോക്കുകയാണ്. അതായത് ഈ ലോകത്ത് ഇപ്പൊ ആര് നോക്കിയാലും നിങ്ങളായിരിക്കണം ദ വേൾഡ്സ് ബെസ്റ്റ് എനർജി, അങ്ങനത്തെ ഒരു വൈബ്രേഷനിൽ, അതായത് നിങ്ങളായിരിക്കണം ഈ ഒരു ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജി എന്ന ഒരു താല്പര്യമാണ്. അപ്പൊ അതിനു വേണ്ടി അവർ എന്തും ചേസ് ചെയ്യാനും എന്തും നിങ്ങൾക്ക് തരാനും താല്പര്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങള്, താല്പര്യങ്ങൾ, ഇതെല്ലാം ഒരു വേറൊരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡിൽ എത്തിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് ഒക്കെ സോറി ഗൈസ്, നിങ്ങളുടെ ടേസ്റ്റ് ഒക്കെ ഒരു അതായത് ഇപ്പോൾ കുറച്ച് കൈൻഡ് ഓഫ് ലക്ഷറീസ് റിച്ച് കൈൻഡ് ഓഫ് വൈബ്രേഷനിലേക്ക് നിങ്ങളുടെ ടേസ്റ്റും നിങ്ങളുടെ ചിന്തകളും എത്തണം. അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ നിൽക്കണം. അതായത് ഇപ്പൊ നിങ്ങൾ പ്രസന്റിൽ നിൽക്കുന്നതിൽ നിന്നും നിങ്ങൾക്കൊരു ഉയർച്ച, ഒരു അപ്ഗ്രേഡേഷൻ വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്.
ആൻഡ് ഓൾസോ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളുടെ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ഉയർത്തുന്നതോടുകൂടി ഈ ഒരു പേഴ്സന്റെ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡും ഉയർന്നു വരും. കാരണം ഈ പല അറ്റാച്ച്മെന്റും അല്ലെങ്കിൽ നിങ്ങളുമായി പല കാര്യങ്ങളിലും കൈ കോർക്കുമ്പോഴാണ് ഈ ഒരു പേഴ്സൺ അബണ്ടൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അബണ്ടൻസ് ഉണ്ടാവുകയാണെങ്കിൽ ആ അബണ്ടൻസ് ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിലേക്കും വരും. അതുകൊണ്ട് ആ ഒരു പേഴ്സൺ ഒറ്റയ്ക്ക് അബണ്ടൻസ് ഉണ്ടാക്കാൻ പലപ്പോഴും പറ്റുന്നില്ല, സാധിച്ചിരുന്നില്ല. പക്ഷെ നിങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ മെച്ചപ്പെടുമ്പോൾ അവരുടെ വൈബ്രേഷനും മെച്ചപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷനിലൂടെ അവർക്കും ഗുണമുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൽ നിന്നുള്ള ലക്ഷറി അവർക്കും അട്രാക്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു മേ ബി ഈ ഒരു ക്വസ്റ്റനോട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. നിങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിഷ്, അതിനുവേണ്ടി നിങ്ങൾ എപ്പോഴും ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു വിഷിനെ നിങ്ങൾ ഫുൾഫിൽ ചെയ്തോ ഇല്ലെന്ന് അറിയില്ല. പക്ഷെ ആ ഒരു വിഷ് ഫുൾഫിൽ ആകാൻ അല്ലെങ്കിൽ ആ ഒരു വിഷ് ആയി തീരാൻ വേണ്ടി ഒരു പേഴ്സൺ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടണമെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷ്, നിങ്ങളുടെ താല്പര്യം കിട്ടണമെന്ന് ഈ പേഴ്സൺ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പലതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് റിലവന്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളെ പറക്കാൻ ഈ പേഴ്സൺ സഹായിക്കുന്നുണ്ട്. അതായത് നിങ്ങളൊരു രീതിയിൽ കെട്ടിപ്പിടിക്കാനല്ല, നിങ്ങളുടെ കെട്ടിപ്പിടിച്ചു വെക്കാനല്ല, നിങ്ങളുടെ ഫയർ എനർജിയെ ഉയർത്താനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ മേ ബി ഫ്രീഡം കിട്ടാത്തതിന്റെ ട്രോമ ആയിരിക്കാം നിങ്ങൾക്ക് ഒത്തിരി വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളെ ഒത്തിരി പിടിച്ചു വെച്ചത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു, ഉന്നതികളിൽ എത്താൻ സാധിക്കാത്തത് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീഡം തരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ്, ഒരു ഫ്രീഡം എന്താണെന്ന് നിങ്ങൾ അനുഭവിക്കണം. അതായത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങൾ പുറത്ത് പോയി ജോലി മേടിക്കണമെന്നോ, അബ്രോഡ് പോകണമെന്നോ, പഠിക്കണമെന്നോ, നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫൈഡ് ആകണമെന്നോ, അങ്ങനെയൊക്കെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു ഫ്രീഡം നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളൊരു ഫാമിലി കൈൻഡ് ഓഫ് എനർജിയിലേക്ക് വന്നാൽ മതി എന്ന ഒരു വൈബ്രേഷൻ ഈ പേഴ്സൺ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വൈബ്രേഷൻ. ഇപ്പൊ നിങ്ങളുടെ ക്രഷ് എനർജിയോ അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ലവർ എനർജിയോ ആണെങ്കിൽ ഈ ഒരു പേഴ്സന്റെ വൈബ്രേഷൻ വളരെ നല്ലതാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തിനാണ് വന്നതെന്നും നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ്. നിങ്ങളെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ചിറക് കൊണ്ട് പറക്കാൻ സഹായിക്കുകയും അഥവാ നിങ്ങളൊന്ന് ഡള്ളോ ഡെസ്പോ ആയി പോവുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങളെ ഉയർത്താനും സ്നേഹം കൊണ്ട് മേ ബി നിങ്ങളെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാനും ഈ ഒരു ജീവിതത്തിൽ എല്ലാ മനുഷ്യരും അനുഭവിക്കാൻ വേണ്ടി വന്ന ആ ഒരു കൈൻഡ് ഓഫ് ലക്ഷറിയിലേക്ക് നിങ്ങൾ എത്തിക്കാനും ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പരിധിവരെ നിങ്ങൾ ഒരു സ്പിരിച്വൽ പുഷിലേക്ക് വിടാൻ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് വിടാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട് ഈ പേഴ്സൺ. അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ സ്പിരിച്വൽ വൈബ്രേഷൻ അല്ലെങ്കിൽ അവേക്കനിങ് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി വന്നതിന് ശേഷമായിരിക്കാം ഉണ്ടായിരിക്കുക. അതുപോലെ നിങ്ങളുടെ ഫോക്കസ് അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഹീലിംഗിലേക്ക് ഒരു പരിധിവരെ ഒരു പേഴ്സൺ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി വന്നതിന് ശേഷം മേ ബി നിങ്ങളുടെ ഹീലിംഗ്സിന് വേണ്ടി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് മെയിൻലി നിങ്ങളുടെ റൂട്ട് ചക്ര ഹീലിംഗിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, കണ്ടോ ഈ കാർഡ് കണ്ടോ, ഇത് കാർഡ്, ഈ കാർഡ്, ഈ കാർഡ്, ഈ കാർഡ്, എവറിത്തിങ് ഇസ് റിലേറ്റഡ് ടു യുവർ ചക്രാസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു സ്പിരിച്വൽ ടച്ച്, ഒരു സ്പിരിച്വൽ വൈബ്രേഷൻ, ഒരു സ്പിരിച്വൽ ഹീലിംഗ്, സ്പിരിച്വൽ സ്റ്റെബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരാൻ ആഗ്രഹിക്കുന്നു. മെയിൻലി കണ്ടോ ഹാർട്ട് ചക്ര, സോളാർ പ്ലക്സസ് ചക്ര, അതുപോലെ തന്നെ റൂട്ട് ചക്ര, ഇതിനെയാണ് ഈ പേഴ്സൺ കോൺസെൻട്രേറ്റ്. അതായത് ഈ ഒരു സ്ത്രീ പിടിച്ചിരിക്കുന്നതും റൂട്ട് ചക്ര കണ്ടോ, നിങ്ങൾക്കത് ആ ഒരു ചക്ര എനർജിയാണ് ഫുള്ളി ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഓൾറെഡി നിങ്ങളുടെ ഇമോഷൻ കൈൻഡ് ഓഫ് എനർജി, ഹാർട്ട് ചക്ര പ്ലസ് മൂൺ കണ്ടോ, ഇമോഷൻ കൈൻഡ് ഓഫ് എനർജിയും റെഗുലേറ്റ് ചെയ്യാൻ ഈ പേഴ്സൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളെ ഇമോഷണലിയും ഫിസിക്കലിയും മെന്റലിയും സൊസൈറ്റിയിലും ഒക്കെ ഒരു അപ്പ് എനർജി തരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദിസ് പേഴ്സൺ നിങ്ങൾ ഒത്തിരി ഉയരങ്ങളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അറിയുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആണോ ഇല്ലയോ എന്നറിയില്ല. ബട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ പുഷ് ചെയ്യാനും ആ ഒരു കൈൻഡ് ഓഫ് ഫ്രീഡം എനർജി അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് പറക്കുന്ന എനർജിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ ഒരു ഹീലിംഗ് സ്റ്റേജിലേക്ക് എത്താനും, അല്ലെങ്കിൽ ഇവൻ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രോമ ഉണ്ടെങ്കിലും അതൊക്കെ മാറി നിങ്ങളൊരു പോസിറ്റീവ് വൈബ്രേഷനിലെത്തി അവരെ മനസ്സിലാക്കുന്നത്രത്തോളം സമയം അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്നൊരു എനർജി ഉണ്ട്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ഇത് എത്ര ആൾക്കാർക്ക് റെസോണേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ
ഒരു ഭയങ്കര ഒരു ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു എനർജി ഇല്ലേ, അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ കാം ആയിട്ടുള്ള, നമ്മളെ ഹീൽ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ്, അതായത് റോസ് ക്വാഡ്സിന്റെ എനർജി അല്ലെങ്കിൽ ഹോളൈറ്റിന്റെ എനർജി, ആമസോണൈറ്റ് ക്രിസ്റ്റലിന്റെ എനർജി എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാം ആൻഡ് ബ്യൂട്ടിഫുൾ എനർജി. അതായത് ഈ ഒരു പേഴ്സൺ നമ്മളിത് എത്രത്തോളം അർജുണ്ടെങ്കിലും, ഈ ഒരു പേഴ്സൺ എത്രത്തോളം തന്റെ ജീവിതത്തിൽ സ്റ്റക്ക് ആണെങ്കിലും, ഡിലേ ആണെങ്കിലും, നിങ്ങൾ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ ഇരിക്കണം. നിങ്ങൾക്കൊരു അൺസർട്ടേണിറ്റി വരരുത്, നിങ്ങൾ ഒരു കാര്യത്തിലും ഗിവ് അപ്പ് ചെയ്യരുത് എന്നുള്ള എനർജിയാണ് ഈ പേഴ്സൺ ഉള്ളത്. അത് ഭയങ്കര ഒരു കാം, ഒരു ഭയങ്കര ഒരു ലൈറ്റ്, ഭയങ്കര ഒരു സപ്പോർട്ടീവ് എനർജിയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തരാൻ താല്പര്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഫ്രം ദിസ് മൂൺ കാർഡ്, നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് ഈ ഒരു പേഴ്സണ് പലപ്പോഴും എനിക്ക് തോന്നുന്നു വിഷമങ്ങളും സങ്കടങ്ങളും ഒറ്റപ്പെടലും ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ മേ ബി ഈ ഒരു പേഴ്സണെ പലപ്പോഴും ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ വൂണ്ട് ഈ പേഴ്സൺ ഹീൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സന്റെ വൂണ്ട് അൺഹീൽഡ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു അൺഹീൽഡ് ആയിട്ടുള്ള എനർജി ഈവൻ നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിലും ഫ്രം എ ടച്ച്, ഓക്കെ, മേ ബി ഫ്രം എ ഹഗ്, ഒരു കൈൻഡ് ഓഫ് എ ഫിസിക്കൽ കണക്ഷനിലൂടെ നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒന്ന് നിങ്ങളെ കണ്ടെങ്കിൽ, ഒന്ന് നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ഈവൻ നിങ്ങളെ ടച്ച് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു വൈബ്രേഷനിൽ ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട്. ആ പേഴ്സൺ നമ്മൾ പറയില്ലേ, ആഗ്രഹിക്കുന്നു, ക്രേവ് ചെയ്യുന്നു എന്ന് പറയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് എനർജി. ഇത് മറ്റൊന്നുമല്ല, ഈ ഒരു പേഴ്സൺ ഇമോഷണലി തളർന്നിരിക്കുമ്പോൾ നിങ്ങൾ ഇത്രത്തോളം പുഷ് ചെയ്യുന്ന, ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ പേഴ്സൺ ഇമോഷണലി തളർന്നിരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ സൈഡിൽ നിൽക്കണം, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ അതായത് ഇപ്പോൾ നമ്മൾ എത്ര ഫോണിൽ സംസാരിച്ചാലും, എത്ര വീഡിയോ കോളിൽ നിന്നാലും നമുക്കൊരിക്കലും ഒരു മനുഷ്യന്റെ ഇമോഷണലി അയാളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബട്ട് നേരിട്ട് കാണുമ്പോഴത്തേക്ക് പറ്റും. അപ്പൊ ഈ ഒരു പേഴ്സണ് ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹഗ്, നിങ്ങളുടെ കരുതൽ ഈ പേഴ്സണോട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ അങ്ങനെയുള്ള സാഹചര്യമാണോ ഇപ്പോൾ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പേഴ്സൺ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളെ വേണം, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അവർക്ക് ലൈവ്ലി അവൈലബിൾ ആവാൻ പറ്റുമെങ്കിൽ അവിടെ നിങ്ങളുടേതായിട്ടുള്ള തിരക്കുകൾ മാറ്റി വെച്ചിട്ട് അവിടേക്ക് പോവുക. ഓക്കെ, ബിക്കോസ് ഈ ഒരു പേഴ്സൺ ഒരു പൊട്ടിപ്പൊളിഞ്ഞ സിറ്റുവേഷനിൽ നിന്നാൽ അവിടെ നിന്ന് ഉയർത്താൻ, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് കൊടുക്കാൻ ഈ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുപോലെ ഈ ഒരു വർഷം ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ പല പല എൻഡിങ്സ് നടക്കുന്നുണ്ട്, പല പല റോളർ കോസ്റ്ററും പല പല അപ്സ് ആൻഡ് ഡൗൺസ് നടക്കുന്നുണ്ട്. മേ ബി ഒരു പേഴ്സണ് വേണ്ടപ്പെട്ട ആരെങ്കിലും ഡിറ്റാച്ച് ആയി പോവുകയോ മരണപ്പെട്ടു പോവുകയോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു അപ്സ് ആൻഡ് ഡൗൺ റോളർ കോസ്റ്റർ എനർജിയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സന്റെ ലൈഫിലുള്ളത്. അപ്പോൾ പലതും നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ വെളിപ്പെടുത്തുന്നില്ല. കാരണം ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ മൂഡ് ഔട്ട് ആയിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ വേദനകളോ ഹെൽത്ത് കാണുമ്പോൾ പലപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഭാഗത്തെ കുറിച്ച് അവർ സംസാരിക്കുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി അവരുടെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും അവരുടെ ഭാഗം മനസ്സിലാക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അടുത്ത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അവരുടെ ഡീപ്പ് ഇമോഷൻ എനിക്ക് മനസ്സിലാവുന്നത്, അവരെപ്പോൾ വിളിച്ചാലും നിങ്ങളെ സമാധാനിപ്പിക്കേണ്ട ഓരോ കാരണങ്ങൾ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ അവരുടെ ഇമോഷൻസ് എന്താണെന്നില്ല ഫ്രം അവരുടെ സൈഡ് നിങ്ങൾ ഒരിക്കലും കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ പേഴ്സൺ ഒരു പരാതിയായിട്ട് എടുക്കുന്നില്ല. ചില ആൾക്കാർ മേ ബി ജോക്കിൽ അങ്ങനെ പറയുമായിരിക്കും. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആ ഒരു ഇമോഷൻസിനെ കുറച്ചൊന്ന് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക, അല്ലെങ്കിൽ അവർക്ക് കുറച്ചൊരു സപ്പോർട്ട് നിങ്ങൾ കൊടുത്തു നോക്കുക. എന്നാൽ നിങ്ങളുടെ റിലേഷൻ കുറച്ചും കൂടി ഒരു നല്ലൊരു എനർജിയിലേക്ക് പോകുന്ന കാണുന്നത്. അത് നിങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ പലപ്പോഴും ഇതൊരു വൺ സൈഡ് കരുതലുകളായി പോകുന്നു എന്നൊരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അവർ പറയുന്നതല്ല, പക്ഷെ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് സൂക്ഷിക്കുക. ആൻഡ് റിയലി നിങ്ങൾ അവരുടെ സോൾമേറ്റ് കൈൻഡ് ഓഫ് എനർജിയാണ്. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ അവർക്കൊരു പ്രോസ്പെരിറ്റിയും അബണ്ടൻസും ഉണ്ടാകും എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ഒരു ഡിവൈൻ ടൈമിൽ ഒരു മേജർ ചേഞ്ച് ഉണ്ടാവാനാണ് നിങ്ങളും അവരും ഒന്നിച്ചത് എന്ന് അവർ വിശ്വസിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. പലപ്പോഴും മേ ബി ഈ ഒരു ക്വസ്റ്റൻ ആയിരിക്കാം അനുരാഗം നിങ്ങളുടെ അടുത്ത് തോന്നിയിട്ടുണ്ടായിരിക്കാം, പിന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റൻ ഒത്തിരി പാടുപെട്ടിട്ടായിരിക്കാം നിങ്ങളെ ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഈ ഒരു പേഴ്സൺ ഫിസിക്കലി നിങ്ങളുടെ അടുത്ത് വളരെ അട്രാക്റ്റഡ് ആണ്. അതുപോലെ തന്നെ പ്രഗ്നൻസി കൈൻഡ് ഓഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളെന്ന് പറയുന്നത് ഒരു ലൈഫ് ചേഞ്ചിങ് മിറാക്കിൾ ആണ് അവരുടെ ലൈഫിൽ എന്നവര്
വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തനിക്ക് കിട്ടുന്ന സന്തോഷത്തെ, തന്റെ പോസിറ്റിവിറ്റിയെ കോൺസെൻട്രേറ്റ് ചെയ്യാം, തന്റെ ട്രോമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണ്ട. കാരണം അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യും എന്നൊരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ ഈ ഒരു അവേക്കനിങ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടി. അത് നേരത്തെ നമ്മൾ പറഞ്ഞു. ഈ ഒരു കണക്ഷൻ ഈ ഒരു പേഴ്സൺ വല്ലാണ്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കണക്ഷനിൽ ഈ പേഴ്സണ് സ്റ്റെബിലിറ്റി ഉണ്ട്, നിങ്ങൾക്കാണ് ഇൻസ്റ്റെബിലിറ്റി. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞു അറിയാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് സ്റ്റെബിലിറ്റി. ഇഫ് നിങ്ങൾ ഡിസ്റ്റൻറ്റഡ് ആണെങ്കിൽ ഒരു യൂണിയൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ പേഴ്സൺ എപ്പം യൂണിയൻ ആകുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കണക്ഷനിൽ വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ റൂട്ട് ചക്രയിലും വർക്ക് ചെയ്യുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി കിട്ടുക. ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെയധികം ലോയൽ ആണ് എന്ന കൈൻഡ് ഓഫ് എനർജി കാണിക്കുന്നുണ്ട്. ആൻഡ് ഈവൻ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് എത്തില്ല എന്നൊരു ആസ്പെക്റ്റിലായിരിക്കാം നിൽക്കുന്നുണ്ടായിരിക്കാം. ബട്ട് അവിടെയും ഒരു മിറാക്കിൾ സാധ്യമാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. സോ പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മിറാക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരട്ടെ. കാരണം ഒരിക്കലും കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഈ ഒരു പേഴ്സൺ മേ ബി പേഴ്സണൽ റീഡിങ്ങിൽ പോലും യൂണിയൻ പോസിബിൾ ആയിരിക്കില്ല, ചാൻസസ് കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാൽ പോലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം യൂണിവേഴ്സ് നിങ്ങൾക്കായി ഒരു മിറാക്കിൾ സംഭവിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇൻ ദിസ് കണക്ഷൻ, ഓൺലി ഇൻ ദിസ് കണക്ഷൻ. ഓക്കെ, ഇത് നിങ്ങൾ ആരെ കുറിച്ചാണ് ചിന്തിച്ച് ആ കണക്ഷനിൽ ഒരു മിറാക്കിൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ പ്രേ ഫോർ ഇറ്റ്. ആൻഡ് ഈവൻ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ വർക്ക് ഓൺ ദ കണക്ഷൻ. അത് സ്റ്റേബിളായി മുന്നോട്ട് പോകും എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെന്ന്. ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ്ങോ എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സോ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴെ കാണിക്കുന്ന നമ്പറിൽ. അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ.